നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരനുമായ ശ്രീ സുധാകരൻ രാമന്തളി സർ, കൈരളി കലാസമിതി സെക്രട്ടറി ശ്രീ സുധീഷ് സർ, കൈരളി കലാസമിതിയുടെ ആഭിമുഖ്യത്തിലുള്ള വനിതാവേദിയുടെ ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ, മറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, അതിൻ്റെ മറ്റെല്ലാ ഭാരവാഹികൾക്കും കുടുംബാംഗങ്ങൾക്കും സഹോദരി സഹോദരന്മാർക്കും എൻ്റെ വിനീത നമസ്കാരം. ഇന്നത്തെ ഈ വനിതാവേദിയുടെ ഔപചാരികമായ ഉദ്ഘാടനത്തിന് എന്നെ ക്ഷണിച്ചതിൽ ഈ ഭാരവാഹികളോട് എല്ലാവരോടും എൻ്റെ സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. എന്താണ് വനിതാ ദിനം? എന്താണ് ഐക്യരാഷ്ട്രസഭ ഈ വർഷം വനിതാ ദിനത്തിന് തന്ന തീം എന്നൊക്കെ ഇവിടെ ചെയർപേഴ്സൺ പറഞ്ഞു കഴിഞ്ഞു. മാത്രമല്ല, പ്രസംഗം അധിക പ്രസംഗമാകുമ്പോൾ ഇവിടെ കലാപരിപാടികൾക്കായി കാത്തിരിക്കുന്നവർക്ക് ഒരുപക്ഷെ ഒരു വിരസത അനുഭവപ്പെടാം. അതുകൊണ്ട് ഞാൻ അധിക പ്രസംഗത്തിലേക്കൊന്നും പോകുന്നില്ല. എന്നിരുന്നാലും ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് വനിതാ ദിനം എന്ന് ഒന്ന് സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു. 1908-10 കാലഘട്ടത്തിൽ കോപ്പൻഹേഗിൽ ക്ലാര സെറ്റ്കിൻ എന്ന സാമൂഹ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ഇങ്ങനെയൊരു ദിനത്തിൻ്റെ തുടക്കം എന്നെല്ലാവർക്കും അറിയാം. ന്യൂയോർക്കിലെ തുണിമില്ലിലെ തൊഴിലാളി സ്ത്രീകളുടെ വേതനത്തിലുള്ള അതുല്യതയ്ക്കും അസമത്വത്തിനും എതിരെ പ്രവർത്തിച്ച് സ്ത്രീകൾക്ക് ഭരണകൂടം ഉറപ്പാക്കുന്ന അവകാശങ്ങൾക്കും നീതിക്കും വേണ്ടി പ്രവർത്തിച്ച തുടങ്ങിയ ഒരു ദിവസമാണ് വനിതാ ദിനം എന്നത്. അത് 1911 ന്യൂയോർക്കിലും സ്വിറ്റ്സർലൻഡിലും അത്തരം ഡെൻമാർക്കിലുമൊക്കെ വളരെ ഔപചാരികമായിട്ടത് ആചരിക്കാൻ തുടങ്ങി. 1975 ചില രേഖകൾ 77 എന്ന് സൂചിപ്പിക്കുന്നു. ഐക്യരാഷ്ട്രസഭ സാർവദേശീയ പെൺവർഷമായി പ്രഖ്യാപിക്കുകയും അത് എല്ലാ വർഷവും മാർച്ച് 8 ആചരിക്കുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും ഈ സന്ധ്യസമയത്ത് നമുക്കൊക്കെ വനിതകൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത്. ഇതിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്, തീക്ഷ്ണമായ സമരമുറകളുണ്ട്. ഒരുപക്ഷെ സ്വാതന്ത്ര്യത്തിനും സ്ത്രീ സ്വാതന്ത്ര്യത്തിനും ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനുമൊക്കെ വേണ്ടി പ്രവർത്തിച്ച ധാരാളം വനിതാ രത്നങ്ങൾ ഉണ്ട്. അതോടൊപ്പം ഉൽപ്പതിഷ്ണുക്കളായ നവോത്ഥാന നായകന്മാരും അവർക്കൊപ്പം ഉണ്ട്, നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ വഴിയെ കാണിച്ചു തരാൻ. അവർ അനുഭവിച്ച പീഡനങ്ങളും വിയർപ്പ് പോലെ ചൊരിഞ്ഞ ചോരയും സഹിച്ച പീഡയും മറന്നുകൊണ്ട് നമുക്കൊരു വനിതാ ദിനങ്ങളും ആചരിക്കാൻ സാധിക്കില്ല. അതുപോലെ കേരളത്തിലെ സ്ത്രീകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഓരോ സമുദായത്തിലും അതിൻ്റേതായ അസ്വാതന്ത്ര്യങ്ങൾ നിലവിലുണ്ടായിരുന്നു. ഒരുപക്ഷെ ചാതുർവർണ്ണയത്തിന് മുമ്പൊക്കെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം പല സമുദായങ്ങളിലും വ്യത്യസ്ത തോതിലായിരുന്നു എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അതിനൊക്കെ ശേഷം ഓരോ സമുദായത്തിലുമുള്ള സ്ത്രീകൾ അനുഭവിച്ച, നമ്പൂതിരി സമുദായത്തിൽ അനുഭവിച്ച സ്ത്രീകളുടെ പീഡനങ്ങൾ നമുക്കറിയാം. മറ്റ് സമുദായങ്ങളിൽ ഉണ്ടായിരുന്ന പീഡനങ്ങൾ നമുക്കറിയാം. മുസ്ലിം സമുദായത്തിൽ നടന്നിരുന്ന പീഡനങ്ങൾ നമുക്കറിയാം. ഇതിനെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് സമുദായ നേതാക്കന്മാരും നവോത്ഥാന നായകന്മാരും രംഗത്തിറങ്ങി. സ്ത്രീക്കൊപ്പം തന്നെ സ്വാതന്ത്ര്യത്തിൻ്റെ വഴിയിൽ അവർ കൂടെ ചേർത്ത് നിർത്തി. തീർച്ചയായിട്ടും സമൂഹത്തിൻ്റെ പുരോഗതിക്ക് സ്ത്രീയുടെ ശക്തിയും അനിവാര്യമാണ്. പുരുഷനൊപ്പം സ്ത്രീ ശക്തിയും അനിവാര്യമാണ്.
ഇവിടെ ശ്രീമതി ദീപ്തി ആദ്യം പറഞ്ഞു, അവളെ പുനർവിചിന്തനം ചെയ്യുകയാണ് എന്ന്. അവളുണ്ടെങ്കിൽ തന്നെ അവനുള്ളൂ, അവനുണ്ടെങ്കിൽ തന്നെ അവളുള്ളൂ. ഈ ഒരു പാരസ്പര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരിക്കലും സ്ത്രീയെ തള്ളിക്കൊണ്ട് പുരുഷനോ, പുരുഷനെ തള്ളിക്കൊണ്ട് സ്ത്രീയോ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ വഴിയിലെത്തും എന്നെനിക്ക് തോന്നുന്നില്ല. സഹകരണവും സ്നേഹവും ഉൾക്കൊള്ളാനും എല്ലാം പരസ്പരം അറിയാനുള്ള ഒരു ഹൃദയ പാരസ്പര്യം ആവശ്യമാണ്. അങ്ങനെയാവുമ്പോൾ അതാദ്യം കുടുംബത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. തീർച്ചയായിട്ടും മോചനവും സ്വാതന്ത്ര്യവും ഒക്കെ ആഗ്രഹിക്കുന്നത് തമസ്കരിക്കപ്പെടുന്നവരാണ്, ഇല്ലെങ്കിൽ അവഗണിക്കപ്പെടുന്നവരാണ്, അല്ലെങ്കിൽ നിന്ദിക്കപ്പെടുന്നവരാണ്. അവരുടെ അനുഭവിച്ച പീഡനങ്ങൾക്കുള്ളിലാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവർ ദാഹിക്കുക. അവരുടെ കഴിവുകളെ ആവിഷ്കരിക്കാൻ സമൂഹം അനുവദിക്കാതിരിക്കുമ്പോഴാണ് അവർ അവരുടെ വഴി വെട്ടിത്തെളിയിക്കുന്നത്. തീർച്ചയായിട്ടും അത് ആവശ്യമാണ്. ഒരുപക്ഷെ ബോധപൂർവം പ്രവർത്തിച്ചിരുന്നതിനേക്കാൾ പഴയ കാലത്ത് അബോധപൂർവം പ്രവർത്തിച്ചിരുന്ന എത്രയോ വനിതാരത്നങ്ങളുണ്ട്. സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിലൊക്കെ തന്നെ അവർ അവരുടേതായ പാദമുദ്രകൾ അവശേഷിപ്പിച്ചാണ് ഇവിടുന്ന് കടന്നുപോയിട്ടുള്ളത്. ക്ഷമിക്കണം, ഇടയ്ക്കിങ്ങനെ എനിക്ക് തൊണ്ട വല്ലാതെ ഇങ്ങനെ ഡ്രൈ ആവുന്നൊരു അവസ്ഥയുണ്ട്, ഷുഗറുള്ള കാരണം. അതുകൊണ്ടാണ് ഞാൻ വെള്ളം കുടിക്കുന്നത്. അങ്ങനെ സ്വാതന്ത്ര്യത്തിൻ്റെ അപ്പം നമുക്ക് ഒരു നിമിഷം കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ നേടിയെടുത്തതല്ല ഈ ദിവസത്തിൻ്റെ ആഘോഷം എന്നത്. പഴയ കാലത്ത് നമുക്കറിയാം, സ്ത്രീക്ക് വസ്ത്രധാരണത്തിന് മാറുമറയ്ക്കാൻ പോലും, അല്ലേ, മാറുമറയ്ക്കൽ സമരം, ചാന്നാർലഹള പോലുള്ള സമരം, കല്ലുമാല സമരം, വസ്ത്രം ധരിക്കാനുള്ള സമരം, ആഭരണം ധരിക്കാനുള്ള എല്ലാറ്റിനും വിലക്കുകളായിരുന്നു. സംസാരിക്കാൻ വിലക്കുകളായിരുന്നു, നടക്കാൻ വിലക്കുകളായിരുന്നു. ഉറക്കെ സംസാരിക്കരുത്, ഉറക്കെ ചിരിക്കരുത്, ഉറക്കെ കരയാൻ പോലും അനുവാദമില്ലാത്ത ഒരു ഇരുണ്ട കാലം നമുക്ക് എത്രയോ വർഷം മുന്നേ ഉണ്ടായിരുന്നു. അതിന്നൊക്കെ നമ്മൾ വളരെ ശക്തിപൂർവം സമരം ചെയ്ത്, ഇല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പലതും ത്യജിച്ച്, സഹനത്തിലൂടെ ത്യജിച്ച് നേടിയെടുത്തതാണ് വനിതാ ദിനം എന്നിട്ടുള്ളത്. പഴയ കാലത്തെ അവസ്ഥയല്ല ഇന്ന്. ഇന്നത്തെ പെൺകുട്ടികൾ ഒരുപക്ഷെ പഴയ കാലത്തെ 60, 70, 80 കാലഘട്ടത്തിലെ സ്ത്രീകൾ അവരവരുടെ അനുഭവങ്ങളിൽ തിരിച്ചറിവ് നേടുന്നത് 40 വയസ്സുകൾക്കൊക്കെ ശേഷമാണ്. എന്നാൽ ഇന്നത്തെ പെൺകുട്ടികൾ അങ്ങനെയല്ല. ഇന്നത്തെ പെൺകുട്ടികൾ വളരെ നേരത്തെ അവരുടെ സ്വത്വം തിരിച്ചറിയുന്നു. സ്വത്വബോധമുള്ളവർ നിലപാടുകൾ എടുക്കുന്നു. അവരെവിടെയായിരിക്കണം, ഏത് ലക്ഷ്യത്തിലേക്കാണ് പോകേണ്ടത് എന്ന് അവർ നിർണയിക്കുന്നു. ഇന്നത്തെ കുട്ടികൾ വളരെ മിടുക്കികളാണ്. ഒരുപക്ഷെ പുരുഷൻ വ്യാപരിക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലും ഇന്ന് സ്ത്രീയുടേതായ സാന്നിധ്യം ഉറപ്പിച്ചു കഴിഞ്ഞു. ഏത് സാഹസിക പ്രവൃത്തിയാണെങ്കിലും സ്ത്രീ ചെയ്യാൻ ഒരുക്കമായി. അപ്പോൾ സ്ത്രീക്ക് കഴിവില്ലാത്തതല്ല, സ്ത്രീയെ തമസ്കരിക്കുകയായിരുന്നു, അല്ലേ? ആ കഴിവ് തെളിയിക്കാൻ അവസരം കൊടുത്താൽ മാത്രമാണ് ഒരാളുടെ കഴിവ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അതുപോലെ സ്ത്രീയുടെ ജോലിക്ക് പോകുന്ന ഭാര്യ, ഉദ്യോഗസ്ഥ, മകൾ, ഇതൊക്കെ തന്നെ കുടുംബം, സമൂഹം, മതം പ്രത്യേക കള്ളികൾക്കുള്ളിലാണ് അവളെ നിർത്തിയിരുന്നത്. അതിൽ നിന്നൊക്കെ അവൾ പുറത്തു ചാടി നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും കുടുംബവും സമൂഹവും ഒക്കെ തന്നെ അവളെ വളരെ സമാദരണീയായി തീരും സ്ത്രീ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മുടെ കഴിവുകളെ മനസ്സിലാക്കേണ്ടത് നമ്മൾ തന്നെയാണ്, അല്ലേ? നമ്മുടെ കഴിവുകളെ മനസ്സിലാക്കി നമുക്ക് അനുയോജ്യമായ മേഖലകൾ ഉണ്ടോ എന്ന് അന്വേഷിക്കുകയും നമ്മൾ എത്തുകയും ചെയ്താൽ മാത്രമാണ് നമ്മൾ തിരിച്ചറിയപ്പെടുകയുള്ളൂ. ഇപ്പോഴും ഒരുപാട് സ്ത്രീകൾ, നമ്മൾ ബാംഗ്ലൂർ, കർണാടകയിൽ നിന്നാണ് ഇങ്ങനെ സ്ത്രീ പ്രവർത്തനങ്ങൾ, മലയാളി സ്ത്രീകളുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതുതന്നെ ഒരു പുരോഗമനമല്ലേ? തീർച്ചയായിട്ടും എനിക്കറിയാം, ധ്വനി പോലുള്ള കുഞ്ഞു ഞങ്ങളുടെ വനിതാ സംഘടനയിലൊക്കെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ കുട്ടികൾ തന്നെ ഇവിടെ വന്ന് പേര് ചോദിച്ചാൽ പോലും പറയാൻ പേടിക്കുന്ന കുറേ പേരുണ്ട്.
അവർക്ക് അവസരങ്ങൾ കൊടുക്കണം. ആ അവസരങ്ങളിലൂടെ നിരന്തരം അനുശീലനത്തിലൂടെ മാത്രമാണ് അവളുടെ ശക്തി കൈവരിക്കാൻ കഴിയും. ഉള്ളിലുറങ്ങുന്ന ശക്തി, ഒരു ശക്തി എല്ലാവർക്കും ഉണ്ട്. ആരും ശക്തിയില്ലാത്തവരല്ല, എല്ലാവരും കഴിവുള്ളവരാണ്. അത് വിഭിന്ന തരത്തിലും വിഭിന്ന രീതിയിലുമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ പലതരത്തിലുള്ള വിമോചന ധാരകൾ ഉടലെടുത്തു. അപ്പം ഞാൻ പട്ടാമ്പി MA കാലഘട്ടത്തിൽ പഠിക്കുമ്പോഴാണ് സാർ ടീച്ചർ, എൻ്റെ ടീച്ചറാണ് 5 വർഷം പഠിപ്പിച്ചിട്ടുണ്ട്. ടീച്ചറൊക്കെ അവിടെ അന്ന് മാനുഷി തുടങ്ങിയിട്ടുള്ളത് സ്ത്രീ വിമോചനത്തിന് വേണ്ടി. അങ്ങനെ ധാരാളം ആ കാലഘട്ടത്തിൽ മനുഷ്യ പോലെ, പ്രചോദന പോലെ, ബോധന പോലെ, അന്വേഷി പോലെ നിരവധി സ്ത്രീ പ്രസ്ഥാനങ്ങൾ ഉടലെടുത്തു. സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്കൊക്കെ നിലവിൽ സമരം ചെയ്തും നീതി ലഭിക്കാനുള്ള ഒരു സന്നദ്ധ സംഘടനകൾ ധാരാളം ഉണ്ടായി എന്ന് പറയാം. വെറും ആഘോഷിക്കപ്പെടേണ്ടവളല്ല സ്ത്രീ. അവളെ ആഘോഷിക്കുന്നു, അവളെ കച്ചവടത്തിനിരയാക്കുന്നു. പരസ്യങ്ങളിലൊക്കെ സ്ത്രീകളല്ലേ കൂടുതൽ, അല്ലേ? ഏത് വസ്ത്രത്തിൻ്റെ ആയിക്കോട്ടെ, ആഭരണത്തിൻ്റെയൊക്കെ ആയിക്കോട്ടെ, ഒക്കെ സ്ത്രീകളാണ്. അപ്പം അതൊരു കച്ചവട തരത്തിലേക്ക് വരെ സ്ത്രീയെ എത്തിക്കുന്നു. ഒരു ഭാഗത്ത് വളർച്ചയുണ്ടെങ്കിലും ഒരു ഭാഗത്ത് മറ്റൊരു തരത്തിൽ സ്ത്രീ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ഭാര്യയായിട്ടും ഉദ്യോഗസ്ഥയായിട്ടും വീട്ടമ്മയായിട്ടും അമ്മയായിട്ടും മുത്തശ്ശിയായിട്ടും ഒക്കെ സ്ത്രീ പരകായ പ്രവേശങ്ങളിലൂടെ അവളുടെ വേഷങ്ങൾ ഭംഗിയായി ആടുന്നു, അവളുടെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്നു. പഴയ വീട്ടമ്മയല്ല ഇന്നത്തെ വീട്ടമ്മ, അല്ലേ? ഇന്നത്തെ വീട്ടമ്മയ്ക്ക് എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട്. പഴയ മാറാല പിടിച്ച അടുക്കളയല്ല ഇന്നത്തെ അടുക്കള. ഇന്നത്തെ അടുക്കള വളരെയധികം ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ പാചക പരീക്ഷണങ്ങളുടെ കലവറയാണ്. ആഗോളതലത്തിൽ എത്തിക്കാൻ നമുക്കൊരു ഫോണ് മതി, അല്ലേ? നമ്മുടെ കഴിവുകളെ ഇന്നിപ്പോൾ അത് എല്ലാവരും, കഴിവുണ്ടോ ഇല്ലയോ ഒന്നുമല്ല, എല്ലാവരും എല്ലാം ആയി എന്നൊരവസ്ഥയിലേക്കും വളരെ അതിദാരുണമായിട്ട് എത്തിയിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ. പഴയ വീട്ടമ്മ എന്ന് പറഞ്ഞാൽ അവർ വീട്ടിലെ സകല പണികളും ചെയ്ത് രാവിലെ ആയാൽ രാത്രി ഉറങ്ങുന്നവരെ ജോലി ചെയ്ത് അച്ഛൻ്റെയും അമ്മയുടെയും ഭർത്താവിൻ്റെയും മക്കളുടെയും ജോലി ചെയ്ത് അവരുടേതായ സർഗാത്മകതയെ മറന്ന് അല്ലെങ്കിൽ മടക്കി വെച്ച് അവർ മറ്റുള്ളവർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഒരു സാധാരണ പാവം വീട്ടമ്മയായിരുന്നു, അല്ലേ? അങ്ങനെ ഒരു വീട്ടമ്മയെക്കുറിച്ചൊരു കവിതയുണ്ട് വീരാൻകുട്ടിയുടെ. ഉപമകളില്ലാത്ത അടുപ്പ്. പഴയകാലത്തെ അടുപ്പ് 3 കല്ലിൻ്റെ അടുപ്പായിരുന്നു, ഇന്നത്തെ ഗ്യാസ് അടുപ്പൊന്നല്ല. ആ 3 കല്ല് എന്ന് പറയുന്നത് കവി പ്രതീകവൽക്കരിക്കുന്നത് അമ്മ, മകൾ, ഭാര്യ എന്നാണ്. തീക്കരയിലെ തീക്കല്ലുകൾ, പ്രതിഷ്ഠകൾ. അവിടെ അവളുടെ ജീവിതം വിറക് കത്തിക്കുകയാണെങ്കിൽ പുറത്തേക്ക് ആളാൻ സമ്മതിക്കില്ല. ഇന്ധനക്ഷമതയുടെ വേര് പറഞ്ഞ് വിറകുള്ളിലേക്ക് കൂട്ടിവെക്കും. രാത്രി കിടക്കുമ്പോൾ അടുപ്പിലെ കനല് കെടുത്തണം, ഇല്ലെങ്കിൽ അപകടമാണ്. പക്ഷെ സ്ത്രീയുടെ മനസ്സിലെ കനലിനെ വെള്ളമൊഴിച്ച് ആരെങ്കിലുമൊക്കെ വന്ന് അത് കെടുത്തും. അത് അടുപ്പല്ല, അത് സ്ത്രീയാണ്. അവളുടെ ചിന്തയെ വളരരുത്, അവളുടെ ബുദ്ധി വികസിക്കരുത് എന്ന ചിന്തയോടെ ഒരുപക്ഷെ ആ തീ പുറത്തേക്ക് കത്തിച്ചാൽ പലരുടെയും ജീവിതം ദഹിച്ചു പോവും. അവളുടെ ജീവിതം ഉണ്ണിക്ക് പാല് കാച്ചി, ഉണ്ണിയുടെ അച്ഛന് നെയ്യുരുക്കി, അച്ചാച്ചന് വെള്ളമനത്തി ജീവിതം തീർന്നു പോകുന്ന സ്ത്രീയായിരുന്നു പണ്ടത്തെ വീട്ടമ്മമാർ. ഇന്നത്തെ വീട്ടമ്മ അതല്ല, അല്ലേ? ഇന്ന് വളരെ മിടുക്കികളാണ് എല്ലാവരും. ഇന്ന് ആ കാലഘട്ടത്തിലുള്ളവരാണെങ്കിലും പുറത്തു വന്ന് ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ തിരിച്ചറിഞ്ഞു തൻ്റെ നഷ്ടങ്ങൾ എന്താണ്. ഇന്നിപ്പോൾ ധാരാളം ഇപ്പോൾ വാട്സപ്പ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ധാരാളം വിവരസാങ്കേതിക വിദ്യയുടെ മാധ്യമങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ വാട്സപ്പിൽ പല സ്ത്രീകളുടെ കൂട്ടായ്മകളുണ്ട്, അല്ലാതുള്ള കൂട്ടായ്മകളുണ്ട്, പല സംഘടനകളുടെ കീഴിലെ കൂട്ടായ്മകളുണ്ട്. ടോക്കിംഗ് പാർലർ വരെ ഇപ്പോൾ ഉണ്ട് വയസ്സായവർക്ക്. കേരളത്തിൽ ആലപ്പുഴയിൽ ടോക്കിംഗ്
വാക്യൂം പാർലർ. തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണത്. വയസ്സായ അച്ഛനമ്മമാർ വീട്ടിൽ ഒറ്റപ്പെടുമ്പോൾ, മക്കളൊക്കെ വിദേശത്താണ് അല്ലേ, ഈ മക്കൾക്ക് വേണ്ടി നമ്മൾ 24 മണിക്കൂറും നമ്മുടെ ജീവിതം കൊടുത്ത് വളർത്തിയ മക്കൾ അവരുടെ പഠനാർത്ഥമോ ജോലി കാര്യമായിട്ട് അവർ പുറത്തു പോകുന്നു. അതിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. പക്ഷെ അങ്ങനെയുള്ള അച്ഛനമ്മമാരുടെ ഏകാന്തത, അത് വലിയൊരു വിഷമാണ്. ഏകാന്തത എന്നുള്ളത് അവർക്ക് പറയാൻ, ഇപ്പം നമുക്ക് നമ്മുടെ മക്കളോട് സംസാരിക്കാമെന്നെങ്കിലും അവരുടേതിലല്ല നമ്മൾ സംസാരിക്കുന്നത് മനസ്സിലാക്കണമെങ്കിൽ നമ്മളോട് സമപ്രായക്കാരായിരിക്കണം, അല്ലെങ്കിൽ നമ്മളെ ചിന്തകളെ മനസ്സിലാക്കുന്നവരായിരിക്കണം. അപ്പോൾ അത്തരം നല്ല നല്ല കാര്യങ്ങൾ ഇന്ന് കേരളത്തിലൊക്കെ ഉണ്ട്. പാവപ്പെട്ട അച്ഛനമ്മമാർക്ക്, ഒറ്റപ്പെടുന്ന അച്ഛന്മാർ ആഴ്ചയിൽ ഒരു ദിവസം അവരത് കാത്തിരിക്കുകയാണ്, ഒരു ദിവസം പരസ്പരം പറയാനും അവർക്ക് ഇഷ്ടമുള്ള. അതുകൊണ്ടല്ലേ ഇപ്പം ഏത് പ്രായവും ഒന്നുമില്ല, പാട്ടുപാടാം, നൃത്തം ചെയ്യാം, എല്ലാം ചെയ്യാം. മറ്റേതൊക്കെ പണ്ട് നൃത്തം ചെയ്യണമെങ്കിൽ ഒരു പ്രായം അല്ലേ, കുറേ പ്രായം കഴിഞ്ഞ് ആരും ഡാൻസ് ചെയ്യില്ല. ഇന്ന് അങ്ങനെയല്ല, ഒന്ന് വൈറലായിട്ടിരിക്കുകയാണ്. എല്ലാം വൈറലാക്കാനുള്ള പരീക്ഷണങ്ങളിലൂടെ പ്രായഭേദമന്യേ എല്ലാവരും നെട്ടോട്ടം ഓടുന്നൊരവസ്ഥ നമുക്ക് കാണാം. അപ്പം ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു സ്ത്രീയുടെ മനസ്സിൽ നമ്മളെങ്ങനെയായിരിക്കണം നമ്മുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ പഠിപ്പിച്ചു വിട്ടിട്ടുണ്ട്. നമ്മൾ അടക്കം ഒതുക്കം അല്ലേ, സന്ധ്യയെ പുറത്തിറങ്ങാൻ പാടില്ല, ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുത്, കാലിൽ കാല് കയറ്റിയിരിക്കാൻ പാടില്ല എന്നൊക്കെ ഇല്ലേ പഴയ മുത്തശ്ശിമാരെന്നെ പറയും. ഞാനൊരു വള്ളുവനാട്ടുകാരിയാണ്. എൻ്റെ നാട്ടിലെ അമ്മമ്മമാരും മുത്തശ്ശിമാരൊക്കെ പറയായിരുന്നു, ആണുങ്ങൾ വരുന്നുണ്ട് വീടും ഉള്ളിലേക്ക് പോകാൻ. അപ്പം അന്നൊന്നും എനിക്കൊന്നും ചോദിക്കാൻ പേടിയുണ്ടായിരുന്നു. ഉള്ളിലുണ്ട്, ചെറിയ കുട്ടിയല്ല, നമ്മളൊന്നും പറഞ്ഞാൽ അത് കേൾക്കില്ല. അവളെന്ത് പറയണ, അവളൊക്കെ വിവരമില്ല എന്നേ പറയുള്ളൂ. അതെന്താ ആണുങ്ങൾ വന്നാൽ നമുക്കെന്താ ഉമ്മർത്തിരിക്കാൻ പാടില്ലേ? അതുപോലെ പറയും വിശപ്പ് എല്ലാവർക്കും, സ്ത്രീക്കും പുരുഷനൊക്കെ ഒരേ തരല്ലേ. വിശപ്പ് എന്നുള്ളത്, വിശപ്പിന് വകഭേദമുണ്ടോ? ആണുങ്ങൾക്ക് ആദ്യം കൊടുക്കുക, എന്നിട്ട് മതി പെണ്ണുങ്ങൾ കഴിക്കുക. അത് പറയുന്നത് ഈ അമ്മമ്മമാരും മുത്തശ്ശിമാരാണ്. സ്ത്രീകൾ തന്നെയാണ്, ഞാൻ പറയാൻ പാടില്ല സ്ത്രീ വിരുദ്ധത, പക്ഷേ സ്ത്രീ തന്നെയാണ് സ്ത്രീക്ക് എതിരായിട്ടുള്ളത് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പം അങ്ങനെയുള്ള ഒരു കാലത്ത് നിന്ന് നമ്മൾ വളരെയധികം പുരോഗമനവും സ്വാതന്ത്ര്യമൊക്കെ നേടി. പക്ഷേ എന്നിരുന്നാലും ഒരു വിഭാഗം ആൾക്കാർ ഇപ്പോഴും അസംഘടിത മേഖലയിലെ തൊഴിലാളി സ്ത്രീകളൊക്കെ ഇപ്പോഴും വിവേചനവും അസ്വാതന്ത്ര്യവും ഒക്കെ അനുഭവിച്ച് കഴിയുന്നുണ്ട്. കാരണം അവർ നിരക്ഷരരാണ്, അവർക്ക് വിദ്യയില്ല, വിദ്യാഭ്യാസമില്ല. അതുകൊണ്ട് തന്നെ അവർക്കറിയില്ല ഈ വേതനത്തിലുള്ള വ്യത്യാസം. അവർക്ക് അന്നന്നത്തെ ഉപജീവനം കഴിക്കണമെന്ന ചിന്ത മാത്രമേ. ഇപ്പം നമ്മൾ കാണുന്നില്ലേ, കെട്ടിടം പണിക്കും റോഡ് പണിക്കൊക്കെ വരുന്ന ധാരാളം സ്ത്രീകളെ മരത്തിൽ തൊട്ടിലൊക്കെ കെട്ടിയിട്ട് കുട്ടികളെ വളർത്തുന്ന എത്രയോ അമ്മമാരില്ലേ. അത്തരം അസംഘടിത മേഖലയിലുള്ള സ്ത്രീകൾക്കൊന്നും ഈ സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ തുല്യതയൊന്നും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അത്തരം ഇടങ്ങളിലൊക്കെയാണ് ഇത്തരം ദിനത്തിൻ്റെ പ്രത്യേകത. അത്തരം ഇടങ്ങളിലാണ് നമ്മളെ ശാക്തീകരിക്കേണ്ടത്, അവർക്ക് വേണ്ടി സെമിനാറുകൾ നടത്തേണ്ടത്, അവർക്ക് വേണ്ടി സംവാദങ്ങൾ നടത്തേണ്ടത്, അവർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്. നമ്മളെപ്പോലെയുള്ളവർക്കൊക്കെ സുഖജീവിതം തന്നെയല്ലേ, വലിയ അസ്വാതന്ത്ര്യങ്ങളൊന്നുമില്ലല്ലോ. ഒരു മധ്യവർഗ കുടുംബത്തിനൊന്നും, മധ്യവർഗ സമൂഹത്തിനെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളില്ല, അത്യാവശ്യം ജീവിക്കാനുള്ള വഴിയാകുമ്പോൾ സ്ത്രീകൾ സ്വാതന്ത്ര്യത്തെക്കുറിച്ചോ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും അധികം പരിതപിക്കുന്നില്ല. പക്ഷേ കഴിവുള്ളവർ, സർഗാത്മകത ഉള്ളവർ അടങ്ങിയിരിക്കില്ല അല്ലേ. അവരെ തളച്ചിടുമ്പോൾ തീർച്ചയായിട്ടും എപ്പോഴെങ്കിലുമൊക്കെ അതൊന്ന് കുതറി പുറത്തേക്ക് വരും. ആ സർഗാത്മകതയാണ് ജീവിതത്തിൻ്റെ സൗന്ദര്യമായി മാറുന്നത്. അത്തരമുള്ളവരെ നമ്മൾ ഒരിക്കലും തളച്ചിടാൻ പാടില്ല. അവരുടെ വഴി അവർക്ക് അനുവദിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ കുടുംബത്തിൽ തന്നെ കലഹമുണ്ടാവും എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ നമ്മൾ പരസ്പരം മനസ്സിലാക്കിയും ഉൾക്കൊണ്ടും സ്നേഹിച്ചും മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഈ രാജ്യം വളരെ സുതാര്യമായിരിക്കും. പക്ഷേ അങ്ങനെ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അതൊക്കെ ഒരു സ്വപ്നം മാത്രമാണ് നമ്മുടെ. പിന്നെ കുറേയൊക്കെ നമ്മൾ സമരസപ്പെടുക എന്നുള്ളതാണ്. ആർക്കും ജീവിതം 100% വളരെ സൗന്ദര്യാത്മകമൊന്നുമല്ല. നമ്മൾ നമ്മുടെ ജീവിതത്തെ മനസ്സിലാക്കി, സാഹചര്യങ്ങളെ മനസ്സിലാക്കി നമ്മൾ സമരസപ്പെട്ടു പോകാൻ, ആ സമരസപ്പെടാൻ കുറച്ച് എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്കൊരു കഴിവുണ്ടായിരുന്നു പണ്ട്. ഇന്നത്തെ കുട്ടികൾക്കില്ല. ഇന്ന് ഡിവോഴ്സിൻ്റെ കാലമാണ് അല്ലേ.
കാരണം അവർ സ്വയം പര്യാപ്തത നേടിയ പെൺകുട്ടികളാണ് ഈ കാലഘട്ടത്തിൽ. അവർക്ക് ആരുടെയും പൈസ വേണ്ട അവരുടെ ജീവിതത്തിന്. അവർക്ക് നിൽക്കാൻ, അവരുടെ ജീവിതത്തെ കൊണ്ടുപോകാൻ അവരുടെ കയ്യിൽ ധാരാളം പൈസയുണ്ട്. IT മേഖലകളിലൊക്കെയുള്ള ഇന്നത്തെ കുട്ടികൾ കൂടുതലും. അതുകൊണ്ട് തന്നെ സഹിഷ്ണുത കുറവായി തീരുന്നു. ഇന്ന് വിവേചനം അത്ര ഉണ്ട് തോന്നില്ല. ഇന്നത്തെ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവർ ഒരേ തലത്തിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് പരസ്പരം മനസ്സിലാക്കുകയും വീടുകളിലും അവരുടെ ജോലികൾ ഷെയർ ചെയ്യുന്നു. പരസ്പരം അറിഞ്ഞ് അവർ ചെയ്യാൻ പര്യാപ്തരായി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം പ്രശ്നങ്ങൾ ഇന്ന് കൂടുതൽ ഉണ്ട് എന്ന് എനിക്ക് തോന്നി. പ്രശ്നങ്ങളൊക്കെ കൂടുതൽ ഇത് വിദ്യാഭ്യാസം ലഭിക്കാത്ത ഒരു വിഭാഗം സ്ത്രീ സമൂഹത്തിനാണ് സംഭവിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളാണ് നമ്മുടെ ശക്തിയെ മനസ്സിലാക്കേണ്ടത്. ഇവിടെ വിളക്ക് കൊളുത്തി, വിളക്ക് എന്നുള്ളത് വെളിച്ചമാണ്. വിളക്ക് കൈവശമുള്ളവരെങ്ങും വിശ്വം ദീപമയം എന്ന് കവി പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു ഈ സ്ത്രീയുടെ അസ്വാതന്ത്ര്യത്തെക്കുറിച്ച് വിജയലക്ഷ്മി കവി, ഞാനൊരു എഴുത്തുകാരിയായതുകൊണ്ട് ആ ഒരു പക്ഷത്ത് നിന്ന് കൂടുതൽ പറയാനാണ് എനിക്ക് സൗകര്യം. ക്ഷമിക്കണം, ഇതൊരു സാഹിത്യ സെമിനാറല്ല എന്നെനിക്ക് വ്യക്തമാണ്. അതിൽ വിജയലക്ഷ്മിയുടെ ഭാഗവതം എന്നൊരു കവിതയിൽ പറയുന്നു. അപ്പം എല്ലാ പണികളും, ഇതൊക്കെ ശരാശരി കേരളത്തിലെ ഒരു കുടുംബ ചിത്രമാണ് അതിൻ്റെ പ്രമേയം. അപ്പോൾ എല്ലാ ജോലികളും കഴിഞ്ഞ് വൈകുന്നേരം ഭർത്താവ് വന്ന് ചാരുകസേല, ഇതൊക്കെ പണ്ടത്തെ കാഴ്ചകളല്ലേ, പണ്ടത്തെ കാലത്തൊക്കെ നടന്നിരുന്നതാണ്. ചാരുകസേലയിൽ ചാഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ താൻ ഭാഗവതം വായിക്കുന്നത് കേൾക്കാൻ ഭാര്യയോട് വരാൻ പറയുകയാണ്. ഭാര്യ ഇവിടെ തേച്ചു കഴുകിത്തീരാനാകാതെ എത്ര പാത്രങ്ങൾ, നാളേക്ക് എത്ര കാര്യങ്ങൾ, ജീവിതത്തിൻ്റെ ഭാഗവതം വായിച്ചു തീർന്നിട്ടില്ല ഭാര്യ എന്നവൾ പറയുന്നു. അത് മനസ്സിലാക്കാത്ത, അപ്പം അതൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് പോകുള്ളൂ. കുടുംബമാണെങ്കിലും നമ്മുടെ പുതിയ തലമുറയാണെങ്കിലും ഒക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരാൾ മാത്രം ഒരു ഈഗോയിസത്തിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതുപോലെ നമ്മുടെ അമ്മമാര്, മുത്തശ്ശിമാരൊക്കെ പണ്ട് പറഞ്ഞു കേട്ട, പഠിപ്പിച്ച ചില കാര്യങ്ങൾ, സ്ത്രീയുടെ അടക്കത്തെയും ഒതുക്കത്തെയും കുറിച്ച് പറയുമ്പോൾ എത്രയും സ്വാതന്ത്ര്യവാഞ്ച മനസ്സിലുള്ള സ്ത്രീകളും കുട്ടികളും ഒക്കെ തന്നെ എത്രത്തോളം നമ്മൾ നമ്മുടെ പുരോഗതിയിലേക്ക്, സ്വാതന്ത്ര്യത്തിൻ്റെ വഴിയിലേക്ക് നടന്നു പോവാൻ ശ്രമിച്ചാലും നമ്മുടെ മനസ്സിനെ ആരോ പിറകോട്ട് വലിക്കുന്ന ഒരവസ്ഥ സംജാതമാണത്രേ. അതിന് അനിത തമ്പിയുടെ വരികൾ ഇങ്ങനെ പറയുന്നു: വിരൽ തട്ടി മറിഞ്ഞിട്ടും ഒഴുകിപ്പരക്കാൻ കഴിയാതെ പഴന്തുണി നനച്ചാരോ തുടച്ചെടുക്കുകയാണ് എന്നെ. ഇങ്ങനൊരു ബോധം സ്ത്രീകളുടെ മനസ്സിലുണ്ടാവും. നമ്മളെ മുന്നോട്ട് പോകണമെന്ന് കഴിയുമ്പോഴും പണ്ട് ഇവരൊക്കെ പറഞ്ഞത് ഇത് ശരിയാണോ ശരിയല്ലേ എന്നൊരാശങ്ക, സംശയം. അതുകൊണ്ട് തന്നെ ആ പഴന്തുണി എന്നത് അമ്മമ്മയോ മുത്തശ്ശിയൊക്കെ ആയിരിക്കാം, അവരുടെ ആ വാക്കുകൾ നമ്മളെ തുടച്ചു മാറ്റുന്നു. നമ്മളെ വീണ്ടും ഉള്ളിലേക്ക് തന്നെ, വീടിൻ്റെ ഉള്ളിലേക്ക് തന്നെ മാറ്റി നിർത്തപ്പെടുന്ന ഒരവസ്ഥ ഉണ്ട്. ഇതിൽ നിന്നൊക്കെ നമ്മൾ മറികടക്കേണ്ടത് നമ്മുടേതായ കഴിവുകൾ തിരിച്ചറിഞ്ഞ് നമ്മൾ കുടുംബത്തിനും വേണ്ട കാര്യങ്ങൾ ചെയ്ത് ബാക്കി സമയം ഇഷ്ടം പോലെ ഉണ്ടാവില്ലേ. എല്ലാവരും പറയും സമയമില്ല. സമയം ഒരിക്കലും മുന്നിൽ വന്ന് ഞാനിതാ വന്നൊന്നും പറയില്ല. നമ്മളാണ് സമയത്തെ നിയന്ത്രിക്കേണ്ടത്. നമ്മളാണ് നമ്മുടെ കഴിവിനെ മനസ്സിലാക്കേണ്ടത്. നമ്മൾ എന്താവണം എന്ന് തീരുമാനിക്കേണ്ടത്. പുതിയ കാലത്തെ വിവാഹങ്ങൾ നോക്കൂ. മലയാളി എത്രത്തോളം മാറി, എത്രത്തോളം ആർഭാടപൂർവ്വം വിവാഹങ്ങൾ, എന്തൊക്കെ പരിഷ്കാരങ്ങൾ വന്നു. മറ്റ് സംസ്ഥാനത്തെ ആചാരങ്ങൾ മുഴുവൻ നമ്മൾ മലയാളി കടമെടുത്ത് ഫോട്ടോഷൂട്ടും സേവ് ദ ഡേറ്റും എന്തൊക്കെ കാര്യങ്ങളാണ്. എന്തിനാണ് ഇത്രയൊക്കെ ആർഭാടം? ഇങ്ങനെ എല്ലാവരും ചെയ്യുമ്പോൾ ഇത് ചെയ്യാൻ കഴിയാത്തവരും അവർക്കത് ചെയ്തില്ലെങ്കിൽ സമൂഹത്തിൽ താൻ മോശമാകുന്നു എന്നൊരു അപകർഷതാബോധം വരികയും ഇല്ലാത്ത പൈസ ഉണ്ടാക്കി കടം വാങ്ങി കുട്ടികളെ വിവാഹം കഴിച്ചയക്കുകയും കടക്കണിയിൽ അച്ഛനമ്മമാർ കുടുങ്ങുകയും ആത്മഹത്യയിലേക്ക് പോവുകയും പിന്നീട് വിവാഹം കഴിഞ്ഞ് സ്ത്രീധനവും കൊലപാതകവും ഒക്കെ നടക്കുകയും ചെയ്യുന്ന ധാരാളം വാർത്തകൾ നമ്മൾ ദൃശ്യ മാധ്യമങ്ങളിലൂടെ ദിവസേന നമ്മൾ കാണുന്നു. പക്ഷേ ഇന്നത്തെ പെൺകുട്ടികളും ആൺകുട്ടികളുമാണ് ഇത് ഇത്രയും ആർഭാടത്തിന് നിന്നു കൊടുക്കരുത് എന്ന് സ്വയം തീരുമാനിക്കേണ്ടത്. ആഭരണത്തിലും പൈസയിലും ഒന്നുമല്ല ജീവിതം. അതുമാത്രമല്ല, പൈസ വേണം ജീവിക്കാൻ ആവശ്യമാണ്. പക്ഷേ ആ
ആർഭാടം എന്നത് അതൊക്കെ ഒരു വിപത്തായിട്ട്, സ്ത്രീധനമൊക്കെ ഒരു വിപത്തായിട്ട് സമൂഹത്തിൽ നമ്മൾ ഇത്രയൊക്കെ പുരോഗതി കൈവരിച്ചു എന്ന് പറയുമ്പോഴും ഒരു ഭാഗത്ത് ഇത്തരം വിപത്തുകൾ നടന്നുകൊണ്ടിരിക്കുന്നു അല്ലേ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളണം എന്നില്ല, പക്ഷെ ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ സ്ത്രീ ആയതുകൊണ്ട് തന്നെ ഒരു ലൈംഗിക ഉപഭോഗ വസ്തു എന്നൊരു കാഴ്ചപ്പാട് സമൂഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ സ്ത്രീ പീഡിപ്പിക്കപ്പെടുന്നു. അവിടെ സാക്ഷരത നേടിയവളെന്നോ നിരക്ഷരെന്നോ ഒന്നും വ്യത്യാസമില്ല. വിസ്മയെ പോലുള്ള കുട്ടികളൊക്കെ കൊല ചെയ്യപ്പെട്ടില്ലേ? ആ കുട്ടി വിദ്യാഭ്യാസം ഇല്ലാതെയാണോ കൊല ചെയ്യപ്പെട്ടത്? വിവാഹം കഴിക്കുന്നവർക്കും വിദ്യാഭ്യാസമുള്ളവരല്ലേ? അപ്പോൾ അറിവുള്ളവർക്കും ഇത്തരം ക്രൂരകൃത്യങ്ങൾ നടക്കുന്നുണ്ട്. ഇതിനൊക്കെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം സ്ത്രീകളുടെ കഴിവുകളെ കുറിച്ച് മനസ്സിലാക്കണം. എനിക്ക് 20 മിനിറ്റാണ് എന്നോട് പറഞ്ഞത്. കൂടുതൽ സമയം എടുത്തെങ്കിൽ ക്ഷമിക്കണം. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സ്ത്രീകൾക്ക് സമരസപ്പെടാനുള്ള കഴിവുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് മറ്റൊരു കവിതയിലൂടെ സമർത്ഥിച്ചിട്ടുണ്ട്. നമ്മുടെ കുമാരനാശാനൊക്കെയാണ് ഏറ്റവും സ്ത്രീപക്ഷ കവിതകൾ. അപ്പം സ്ത്രീപക്ഷം എന്നത് സ്ത്രീയുടെ മാത്രമല്ല, പുരുഷന്റെ പക്ഷം കൂടി തന്നെയാണ്. സ്ത്രീകൾ എഴുതുന്നത് മാത്രമല്ല സ്ത്രീപക്ഷം, ധാരാളം പുരുഷ എഴുത്തുകാരും സ്ത്രീകളെക്കുറിച്ച്, സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ഒക്കെ എഴുതിയിട്ടുണ്ട്. അതിൽ ഏറ്റവും സ്ത്രീപക്ഷമായ ശക്തമായ കാവ്യങ്ങൾ എഴുതിയ നമ്മുടെ കുമാരനാശൻ, എടശ്ശേരി, വൈലോപ്പിള്ളി ഇവരൊക്കെ എഴുതിയിട്ടുണ്ട്. സ്ത്രീകളെ എല്ലാ കവികളും എഴുതിയിട്ടുണ്ട്. പക്ഷെ പുതിയ കാലത്തും എഴുതുന്നുണ്ട്. എഴുത്തിലും വളരെയധികം പുതിയ ഭാവുകത്വങ്ങൾ വന്നു. ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു സാഹിത്യ ശാഖയായി കവിത മാറിയിട്ടുണ്ട് പുതിയ കാലത്ത്. പഴയ കാലത്ത് സ്ത്രീകളുടെ അംഗപ്രത്യംഗ വർണ്ണന വെൺമണി കവികളൊക്കെ എഴുതിയിരുന്ന പോലെ എഴുതി ആരും വായിക്കില്ല. അപ്പം അത് സ്ത്രീകളെ കേവലം ഉപഭോഗ വസ്തുവായി മാത്രം കണ്ടിട്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ പെൺകുട്ടികൾ വളരെ ശക്തമായിട്ട് അത്തരം വിഷയങ്ങളെ പ്രതിപാദിക്കുന്നു എന്നത് ഒരു പുരോഗമനം തന്നെയാണ്. അവർക്ക് മടിയൊന്നുമില്ല. സഹജമായ ആവരണങ്ങൾ, ലജ്ജയോ ആശങ്കയോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് പുതിയ കാലത്ത് പെൺകുട്ടികൾ നമ്മുടെ സമൂഹത്തിലേക്ക് എല്ലാ മേഖലയിലും, സാഹിത്യത്തിൽ മാത്രമല്ല മറ്റെല്ലാ മേഖലയും, രാഷ്ട്രീയത്തിലായിക്കോട്ടെ, സംസ്കാര രംഗത്തായിക്കോട്ടെ, മറ്റ് ഉദ്യോഗങ്ങളിലായിക്കോട്ടെ, കർമ്മരംഗത്തായിക്കോട്ടെ, എല്ലാവരും മുന്നിട്ട് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറയാൻ വിചാരിച്ചത്, അവസാനമായിട്ട് പറയാൻ വെച്ചാൽ, സ്ത്രീകൾക്ക് മാനസികമായിട്ട് ഏതവസ്ഥയോടും പൊരുത്തപ്പെടാൻ കഴിയുന്ന ഒരു മനസ്സുണ്ട്. വേണമെന്ന് വെച്ചാൽ ചക്ക വേരിലും കായ്ക്കുമെന്ന് പറഞ്ഞ പോലെ വേണമെന്ന് വിചാരിക്കണം, മടിച്ചിരുന്നിട്ട് കാര്യമില്ല. അപ്പം നമുക്ക് എത്രത്തോളം നമ്മൾക്ക് പ്രതിരോധങ്ങളുണ്ടെങ്കിൽ അത്രത്തോളം അത് മനസ്സിനെ ശക്തിപ്പെടുത്തുന്നു. പ്രതിരോധങ്ങളിലൂടെ മാത്രമാണ് അതിനെ മറികടക്കുമ്പോൾ, ഇല്ലെങ്കിൽ പുഴയുടെ ഒഴുക്കിനനുസരിച്ച് നീന്തുകയല്ല, ഒഴുക്കിനെ മുറിച്ച് കടന്ന് നീന്തുമ്പോഴാണ് ശക്തി പ്രാപിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ കഠിനമായ അനുഭവങ്ങളാണ് നമ്മളെ തേച്ചു മിനുക്കുന്നത് അല്ലേ? ഒരു വ്യക്തിയെ പാകപ്പെടുത്തുന്നത് ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ്. ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ഉള്ളവർക്ക് മാത്രമാണ് അറിവിൻ്റെ ആഴം സമ്പാദിക്കാൻ കഴിയുള്ളൂ. സ്ത്രീ സമരസപ്പെടുന്നതിന് ഒരു കവിത ഉണ്ട്, പക്ഷികളാകുന്നത് എന്നൊരു കവിത. അതായത് ഒരു പക്ഷേ ഒന്നിനും സർഗാത്മകത ഉള്ള സ്ത്രീകൾ ഒന്നിനും കഴിയാതെ പുറത്തേക്ക് വിടാതെ വീട്ടിൻ്റെ ഉള്ളിൽ തളച്ചിടപ്പെടുമ്പോൾ, ആരുമില്ലാതെ ഇരിക്കുമ്പോൾ, എല്ലാവരും ജോലിക്ക് പോയി അവൾ ഒറ്റയ്ക്ക് ആ വീടിനെ പരിരക്ഷിക്കുമ്പോൾ, ഒരു പക്ഷേ അവളൊരു കുയിലായി പാട്ടുപാടുന്നവളാണെങ്കിൽ കുയിലായി പാട്ടുപാടി അവൾ ആ വീട്ടിലെ ജോലി ചെയ്ത് അവളുടെ മനസ്സിനെ സന്തോഷം കണ്ടെത്തുന്നു. ഒരു പഞ്ചവർണ്ണ തത്തയായിട്ട്, മൈനയായിട്ട് കവിത ചൊല്ലുന്നു. മയിലായി പീലി വിരിച്ച് ആടാനും അവൾക്ക് കഴിവുണ്ട്. അതുപോലെ തന്നെ കാക്ക എപ്പോഴും ഇങ്ങനെ കാക്ക പറഞ്ഞ് നമുക്ക് വല്ലാത്തൊരു അലോസരപ്പെടുത്തുന്നുണ്ട്. പക്ഷെ അത്തരം സ്ത്രീകളും ഉണ്ട് സമൂഹത്തിൽ, എപ്പോഴും അലോസരപ്പെടുത്തിയിട്ടുണ്ട്. അവൾ പക്ഷേ കലമ്പൽ കൂട്ടാനും പിടിക്കും. എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ കാക്ക